പത്രവാർത്തകളിലേക്ക് പ്രധാനമായിട്ടും ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത്. മനോരമയുടെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഉള്ളത് ഇന്നലെ നെടുമ്പാശ്ശേരിയിലെ CISF ഉദ്യോഗസ്ഥർ ഒരു ചെറുപ്പക്കാരനെ ഐവിൻ ജിജോ എന്ന ചെറുപ്പക്കാരനെ കാറിൻ്റെ ബോണറ്റിലിട്ട് 1 കിലോമീറ്ററോളം കൊണ്ടുപോയി ഇടിച്ചു കൊന്നു എന്ന വാർത്തയാണ്. കാർ ഇടിച്ചു വീഴ്ത്തി വലിച്ചിഴച്ചു കൊന്നു, നിഷ്ഠൂരം എന്ന തലക്കെട്ടോടു കൂടിയാണ് മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 CISF ഉദ്യോഗസ്ഥർ പിടിയിൽ. ബോണറ്റിൽ അള്ളിപ്പിടിച്ചു കിടന്ന യുവാവുമായി കാർ പോയത് 1.5 കിലോമീറ്ററാണ്. റിപ്പോർട്ടറാണ് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നതും ശരണാണ് അവിടെ എത്തുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിൽ കാണിച്ചിരുന്നു. വണ്ടി നിർത്തിയത് യുവാവ് അടിയിൽപ്പെട്ട് ടയർ കറങ്ങാതായതോടെ. എത്ര നിഷ്ഠൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത്. ഈ ഐവിൻ ജിജോയുടെ അമ്മ ഇന്നലെ നമ്മൾക്ക് തരുന്നൊരു ബൈറ്റുണ്ട്, സങ്കടപ്പെട്ടു പോകുന്ന ബൈറ്റാണ്. വളരെ സാധുവായൊരു മനുഷ്യനാണ് ഈ ഐവിൻ ജിജോ. വണ്ടി അതെ, ഐവിൻ ജിജോ ഓടിച്ച കാറ് ഈ CISF ഉദ്യോഗസ്ഥനായ മോഹൻകുമാറും വിനയകുമാറും പോയ വാഹനവുമായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉരസി. ചെറിയ റോഡാ, സ്വാഭാവികമല്ലേ. അത് ഒന്നുകിൽ ഒരു കോമ്പൻസേഷൻ കൊടുത്ത് തീർക്കുക, ഇല്ലെങ്കിൽ ഒരു കേസാക്കുക. എന്നതിനും അപ്പുറത്തേക്ക് പുറത്തിറങ്ങി അതിക്രൂരമായി മർദ്ദിക്കുക, അതിനുശേഷം വണ്ടിയുടെ ബോണറ്റിൽ ഇട്ടുകൊണ്ട് പോവുക. അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമയിലുള്ളത് സമയപരിധി വയ്ക്കാൻ കോടതിക്ക് കഴിയുമോ എന്നൊരു ചോദ്യം ഉണ്ട്. ബിൽ അനുമതി സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ചോദിച്ചിരിക്കുന്നു. 143 സെക്ഷൻ 1 ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. അതായത് ഈ പ്രസിഡന്റിന് ഒപ്പുവെക്കുന്നതിനുള്ള സമയപരിധി സുപ്രീം കോടതി നിശ്ചയിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനെ രാഷ്ട്രപതി ചോദ്യം ചെയ്യുകയാണ്. നടപടി സുപ്രീം കോടതിയുടെ നിലപാട് രാഷ്ട്രപതി കാരായാമെന്ന 143(1) വകുപ്പ് പ്രകാരം ഇടപെടൽ ബില്ലുകൾ പിടിച്ചുവെച്ചതിനെതിരായ കേസിലെ വിധിയിലാണ്. ഇത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്ക് ഉണ്ട്. സുപ്രീം കോടതിക്ക് കൊടുക്കാം, ഒരു ഉപദേശം രാഷ്ട്രപതിക്ക് കൊടുക്കാൻ സാധിക്കും. ആ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ എന്ത് ഉപദേശം വരും എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ എന്തായാലും രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിക്കുന്നതിനെതിരാണ്. അപ്പോൾ ഇതാണ് മനോരമയിലെ 2 പ്രധാനപ്പെട്ട വാർത്തകൾ. മാതൃഭൂമി 2 ലീഡ്, ഒരു 3 ലീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് തോന്നുന്നു. ഒന്ന്, ഈ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാർ കയറ്റി കൊന്നതിനെ നരനായാട്ട എന്നാണ് മാതൃഭൂമി പറയുന്നത്. മറ്റൊന്ന്, നരഭോജി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളി കടുവ കൊന്നു തിന്നു എന്നുള്ള വാർത്തയുണ്ട്. പിന്നെ ചോദ്യങ്ങളുമായി രാഷ്ട്രപതി, ബില്ലുകൾക്ക് സമയക്രമം, സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് 14 നിയമപ്രശ്നങ്ങൾ എന്ന് പറയുന്നതും ലീഡായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ, മനോരമയിൽ മറ്റൊരു വാർത്തയുള്ളത് രാത്രി വീടിനുള്ളിൽ പുലി, കുട്ടിയെ തട്ടിയിട്ടു, നായയെ കടിച്ചു. പാലക്കാട് ഈ വാർത്ത സംബന്ധിച്ചു. കാളികാവിലെ പുലിയുടെ വാർത്ത വരുമ്പോൾ മലയാള മനോരമയിൽ ആ വാർത്ത ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട്. സംഭവം ഇങ്ങനെയാണ് കേട്ടോ. പുലി കയറിയത് 3 കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒറ്റമുറി വീട്ടിൽ. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പുലി രാത്രി കട്ടിലിൽ ചാടിക്കേറിയതിൻ്റെയും തന്നെ തട്ടി താഴെയിട്ടതിൻ്റെയും ഞെട്ടലിലാണ് 3.5 വയസ്സുകാരി അവനിക. പണ്ട് കാടിനകത്ത് വെച്ച് നമ്മൾ വിനോദസഞ്ചാര യാത്ര വല്ലതും നടത്തുമ്പോൾ കണ്ടിരുന്ന മൃഗങ്ങൾ ഇന്ന് വീടിനകത്തേക്ക്, കാട് ഓരങ്ങളിൽ പോലും അല്ല, വീടിനകത്ത്. 3.5 വയസ്സുള്ള കൊച്ചടക്കം 3 കുട്ടികൾ കിടക്കുന്നിടത്താണ് പുലി വീടിനുള്ളിൽ കയറുന്നത്. കുട്ടിയെ തട്ടിയിട്ടു. ഭാഗ്യത്തിന് വേറൊന്നും സംഭവിച്ചില്ല. കുട്ടികൾ ഇന്നിപ്പോൾ വളരെ പരിഭ്രാന്തിയാണെങ്കിലും പുറത്തു നിൽക്കുന്ന ഒരു ചിത്രം കൂടി കൊടുക്കുന്നു. ദേശാഭിമാനിയിലെ പ്രധാന ലീഡ് K. സുധാകരനാണ്. അപ്പോൾ G. സുധാകരൻ സ്വാഭാവികമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദേശാഭിമാനി കോൺഗ്രസ് ലീഡ്. ഇതില് കോൺഗ്രസിന് ഭരണം കിട്ടണമെന്നില്ല എന്ന് K. സുധാകരൻ പറയുന്നതാണ് ലീഡ്. പാർട്ടിയിലെ മുഖ്യമന്ത്രി സ്ഥാനം മോഹികളുടെ ആഗ്രഹം അത്ര പെട്ടെന്ന് സഫലമാകില്ല. തന്നെ മാറ്റിയത് പാർട്ടി നശിക്കട്ടെ എന്ന് ആഗ്രഹിച്ച ദുർമനസ്സുകൾ. പിന്നെ മറ്റൊരു കാര്യമുണ്ടോ, സുധാകരൻ ശരിക്കും പറഞ്ഞു തന്നെയാണെന്നല്ലേ, KPCC പ്രസിഡന്റിനെ മാറ്റുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ മാറ്റുന്നതാണ് രീതി. അതെ, എന്തുകൊണ്ടത് ചെയ്തില്ല എന്നൊരു കാര്യം ചോദിക്കുന്നുണ്ട്. സ്ട്രെസ് അവിടെ കൊണ്ട് നിർത്തി. പക്ഷേ ഇന്നലെ സുധാകരന്റെ പത്രസമ്മേളനം കാണുമ്പോൾ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. പൊട്ടിത്തെറിച്ചു എന്നൊക്കെ നമുക്ക് പറയാം, കാര്യം ഈ വക്ര മനസ്സുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും. പക്ഷെ അതിനകത്തൊരു പരിധി സുധാകരൻ നിശ്ചയിക്കുന്നു. വലിയ രീതിയിൽ സൗണ്ട് എടുത്തിട്ട് ഏതെങ്കിലും നേതാവിന്റെ പേരെടുത്തു പറഞ്ഞൊരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. മാത്രമല്ല സുധാകരനെ പിന്താങ്ങി മറ്റു കോൺഗ്രസ് നേതാക്കൾ എത്തിയിട്ടുമില്ല. കോൺഗ്രസിന്റെ രീതി അങ്ങനെയല്ല. സുധാകരൻ ഒരു വെടി പൊട്ടിച്ചാൽ അതിന്റെ തുടർച്ചയായിട്ട് തുടർചലനങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ തുടർചലനങ്ങൾ ഉണ്ടായില്ല. ഒരാളെയും പേരെടുത്ത് വിമർശിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. വളരെ സൗമ്യനായി പുള്ളിയുടെ സ്റ്റാൻഡ് പുള്ളി അങ്ങനെ പറഞ്ഞു അങ്ങനെ പോവുകയായിരുന്നു. മറ്റൊരു വാർത്ത മാധ്യമത്തിലുള്ളത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ഈ ലേശം ഭാവന കലർത്തിയതാണ്, പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ചിട്ടില്ല എന്ന തലക്കെട്ടോടു കൂടിയാണ് സുധാകരന്റെ ലേശം ഭാവന കലർത്തിയതാണ്, പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ചിട്ടില്ല എന്ന് G. സുധാകരന്റെ വാർത്ത മാധ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. മറ്റൊരു വാർത്തയുള്ളത് 3 നാൾ വനവാസത്തിന് ശേഷം ലീല തിരിച്ചെത്തിയ ഒരു വാർത്ത കേട്ടോ. അത് മാധ്യ പേജിൽ തന്നെ കൊടുക്കുന്ന ഒരു വാർത്തയാണ്. കാട്ടാനയും കാട്ടുപോത്തും വിഹരിക്കുന്ന കാട്ടിൽ നിന്ന് ലീല പുഞ്ചിരിയോടെ തിരിച്ചെത്തി. ഒന്നും സംഭവിക്കാത്ത 3 രാത്രിയും 2 പകലും കൊടുങ്കാട്ടിൽ കഴിഞ്ഞതോ പ്രിയ മകൻ ലാലുവിനെയും നാട്ടുകാരെ മുഴുക്കുകയും അത്രയും നാൾ മുൾമുനയിൽ നിർത്തിയാണ്.
ഓർമ്മകളൊന്നും മനസ്സിൽ നിൽക്കാത്ത ലീല പൂർണ്ണ ആരോഗ്യവതിയാണ് തിരിച്ചെത്തിയത്. 3 നാളത്തെ വനവാസത്തിന് അടയാളമായി ശരീരത്തിൽ അട്ടകടിച്ച നേരിയ പാടുകൾ മാത്രം. ഹൃദയസ്പർശിയായിരുന്നു ആ അമ്മയുടെയും മകന്റെയും പുനഃസമാഗമനം എന്ന് പറയുന്നുണ്ട്. അല്ലേ, അത് പ്രതീക്ഷിച്ചല്ല. അല്ല, ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യൂല്ലേ? അത് ഭയങ്കരമായി നമ്മുടെ ഇവിടെ നെഞ്ചിൽ തൊട്ടൊരു വീഡിയോ ആയിരുന്നു. കാരണം മകൻ അങ്ങനെ കരയായിരുന്നു അമ്മേനെ കണ്ടപ്പോൾ. വളരെ സന്തോഷത്തോടെ അമ്മ തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അത് ഒന്നും സംഭവിക്കാതെ തിരിച്ചു വന്നു എന്നുള്ളത് ഒരു ആ മകന്റെ പ്രാർത്ഥനയെ കൂടി ആയിരിക്കാം. ദ ഹിന്ദു പത്രത്തിൽ ആദ്യ വാർത്തയായി, പ്രധാന വാർത്തയായി, ലീഡ് വാർത്തയായി നൽകുന്നത് പുട്ട് പാകിസ്ഥാൻ ന്യൂക്ലിയർ ആഴ്സണൽ അണ്ടർ IAEA വാച്ച്. ഇന്ത്യ പറയുന്നു, അതായത് പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന ബ്ലാക്ക് മെയിലിനിടയിലാണ് പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങളെല്ലാം തന്നെ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം, നിരീക്ഷണത്തിലായിരിക്കണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നു. സുപ്രധാനമായ നീക്കമാണ്. ഇന്നലെ രാജ്നാഥ് സിംഗ് കാശ്മീരിൽ സന്ദർശനം നടത്തിയതിന്റെ ചിത്രവും ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട് പത്രം. അതേസമയം തമിഴ്നാട് CM സ്ലാംസ് പ്രസിഡൻഷ്യൽ റെഫറൻസ് ടു ടോപ്പ് കോർട്ട് ഓൺ ടൈം ലൈൻ ടു ആക്ട് ഓൺ സ്റ്റേറ്റ് ബിൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഈ സമയപരിധി ഈ രാഷ്ട്രപതിക്ക് ബാധകമാണോ എന്ന വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു സുപ്രീം കോടതിയോട്. ആ നടപടിയെ തമിഴ്നാട് മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ പ്രധാന വാർത്തയായി തന്നെ നൽകുന്നു. കൊച്ചിയിലെ CSF ജവാന്മാർ ഒരു ചെറുപ്പക്കാരനെ കാറിടിച്ചു വീഴ്ത്തിയ വാർത്തയും ഹിന്ദു പത്രത്തിന്റെ ആദ്യ പേജിൽ ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പത്രവാർത്തകളുടെ ആദ്യ പേജുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ വാർത്ത തത്സമയ വാർത്തയ്ക്കുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ ഗംഭീരമായ ഒരു വാർത്താ മഴക്കാലം ആശംസിക്കുന്നു. ഉഷാറാവട്ടെ. ഇടിമിന്നലോട് കൂടിയ ഇടി അത്ര വേണോ? അപ്പൊ നമുക്ക് തുടങ്ങാം. അത് ഇടിയും ഇടി പുകയൊക്കെ കഴിഞ്ഞു. ഏറെ ആശ്വാസം. എന്തായാലും സമാധാനം, അതിർത്തിയിൽ സമാധാനമാണ് എന്നുള്ളതാണ് ഈ പ്രഭാതത്തിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള വാർത്ത.